തീർച്ചയായും അസ്തമിക്കാത്ത സൂര്യനാണ് വി എസ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വി എസ് എന്ന സമര നൂറ്റാണ്ടിന് വിട നൽകിയിരിക്കുന്നു. നമ്മളെ നിരന്തരം കുറേയധികം സമയമായി വി എസ് അച്യുതാനന്ദൻ അച്ചുമാമന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. ആത്മേയ വയനാട് നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ആത്മേയ, എങ്ങനെയാണ് അച്ചുമാമനെ ഓർത്തെടുക്കാൻ കഴിയുക? എങ്ങനെയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ 4ാം ക്ലാസ്സിലാണ് ആത്മീയ പഠിക്കുന്നത്. എങ്ങനെയാണ് അച്ചുമാമനെ കുറിച്ച് അറിയുന്നത്? ഞാൻ കരുവാറ്റയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ആത്മീയ ശരത്ത്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആത്മേയ, എങ്ങനെയാണ് അച്ചുമാമനെ കുറിച്ച് അറിയുന്നത്? ഇന്നലെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, വൈകിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നാളെ പഠിത്തമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ TV വെച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത്. അങ്ങനെ അന്നേരം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ സങ്കടം തോന്നി. PS മുത്തശ്ശന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. PS അച്യുതാനന്ദൻ അച്ചുമാമന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആത്മീയയാണ്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളെ കുറിച്ചെല്ലാം വീട്ടിൽ നിന്ന് ആത്മീയ ചോദിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു, എന്താണ് VS എന്നുള്ളത് അടക്കം ആത്മീയ ചോദിച്ചിരുന്നോ വീട്ടിൽ? പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? നല്ല മനുഷ്യരാണ്. പാവപ്പെട്ടവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യും. ആത്മേയ എന്നും VS എന്ന ആ സമര നായകനെ ഓർത്തു വെക്കും അല്ലേ മനസ്സിൽ? ആത്മേയാണ് നമ്മളോട് പങ്കുവച്ചത്. 4ാം ക്ലാസ്സുകാരിയാണ് VS അച്യുതാനന്ദൻ. ആരായിരുന്നു, എന്തായിരുന്നു? ഒരു പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമര ജീവിതം ഒഴിഞ്ഞു വെച്ച ആളായിരുന്നു. സമര നായകനാണ് എന്നതെല്ലാം തന്നെ ആ 4ാം ക്ലാസ്സുകാരി പോലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അത്തരത്തിൽ ഈ ലോകത്തെമ്പാടുമുള്ള ആളുകൾ, അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ, കുട്ടികൾ, ഇവരെല്ലാം തന്നെ VS എന്ന ആ 2 അക്ഷരത്തിലേക്ക് ഈ കഴിഞ്ഞ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവർ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് VS എന്ന ആ അതുല്യ സമര നായകനെ കുറിച്ച് അറിയുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ VS എന്ന 2 അക്ഷരം അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. കേരളക്കര ഒന്നാകെ കണ്ണേ കരളെ VS എന്ന ഉറക്കെ പറയുമ്പോൾ അത് കുഞ്ഞു കുട്ടികളുടെ മനസ്സിലും പതിഞ്ഞിരിക്കുന്നു. അവരുടെ ഇടനെഞ്ചിലും അതൊരു റോസാപ്പൂവായി ഇന്നും ജ്വലിക്കുന്ന ഒരു തേജസ്